നമ്മളെ കൈകൊട്ടിക്കളി എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അതെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഞാൻ കളിച്ചാട്ടിട്ടാണ് ഇവരെല്ലാരും കൈയടിച്ചത്. അയ്യോ, എന്റെ കൈകൊട്ടിക്കളി എല്ലാവർക്കും ഇഷ്ടമായ. നിനക്ക് കൈകൊട്ടികളി കളിക്കാൻ എന്ത് യോഗ്യത ഉണ്ടടി? അയ്യടി, യോഗ്യത കിട്ടിയിട്ട് കളിക്കാനായിട്ടേ. ഇത് ഫുട്ബോൾ വേൾഡ് കപ്പ് ഒന്നല്ലല്ലോ, കൈകൊട്ടിക്കളിയല്ലേ. നാളുണ്ടോടി ഞങ്ങളുടെ സ്റ്റെപ്പ് കട്ടെടുക്കാൻ? അടുക്കി വച്ചേക്കല്ലേ സ്റ്റെപ്പ് കട്ടെടുക്കാനായിട്ട്. ഇതാ നീ എനിക്ക് കാവല ഉത്സവത്തിന് വാങ്ങിച്ചു ഉണക്ക സാരി. വെടിയത് പട്ട് സാരി അല്ലാതെ ഉണക്ക സാരി അല്ല. അത് ഞാനൊക്കെ നന്നായിട്ട് ഉണക്കായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഉണക്ക സാരി. ഇതാ നീ എനിക്ക് ഉത്സവത്തിന് വാങ്ങി തന്ന വില കുറഞ്ഞ ചുരിദാർ. 1300 രൂപയുടെ ചുരിദാറാണോ നിനക്ക് വില കുറവ്? 1300 രൂപയുടെ ചുരിദാറൊക്കെ. പക്ഷെ എന്റെ മനസ്സിൽ നിനക്ക് ഒരു വിലയില്ലടി. അതാ ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ പറയുമല്ലോടി. ഇതാ നീ എനിക്ക് അന്ന് വാങ്ങിച്ചു തന്നത്. നീ എറിഞ്ഞല്ലേ? ഇന്നാ നീ എപ്പ വാങ്ങിച്ചന്നേടി? അതൊന്നും എനിക്ക് ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഓർത്തു വെക്കാനും മാത്രമേ ഇവക്ക് ഓർമ്മ ഉണ്ടായിട്ട് വേണ്ടേ? പ്രായായില്ലേ. നീ ഞങ്ങളുടെ സ്റ്റെപ്പ് കട്ടെടുത്തത് പോട്ടെ, ക്ഷമിക്കാം. പക്ഷെ നീ എന്റെ പ്രായം കൂടിയെന്ന് പറയുന്നത് എന്റെ പട്ടി ക്ഷമിക്കും. പട്ടി ക്ഷമിക്കും, കാരണം പട്ടിക്ക് ബോധമുണ്ട്. അത്ര പോലും ബോധം ഇല്ലല്ലോടി നിനക്ക്. നിനക്ക് പിന്നെ അങ്ങ് ബോധം നിറഞ്ഞങ്ങ് കേട്ടക്കല്ലേ. കോഴിയറുത്ത് കുരുതി കൊടുത്ത് കോഴിക്കല്ലിൽ മൂടിയ ദുരിതം അമ്മേ കൊടുങ്ങല്ലൂരമ്മേ, അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. ഓടിയുടുത്ത് കോമരമായി കോപം കൊണ്ട് കളിക്കും പെണ്ണ് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ, അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. നമ്മൾ നന്നായിട്ട് കളിച്ചല്ലേടി. ഇനി ഒരു ദിവസം കൊറേ തമിഴ് പാട്ടിട്ട് കയ്യൊട്ടി കളി കളിക്കണം. നിനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടല്ലേ? എന്ത്? തമിഴ്നാട്ടിലും കൂടെ അടി വാങ്ങിച്ചേട്ടെ. നീ വിചാരിക്കും പോലെയൊന്നുമല്ല. ഞങ്ങളുടെ ട്രൂപ്പ് പൊളിയാണടി, പൊളി. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയടി. അതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ്. അവതരിപ്പിച്ചില്ലേലും പൊളി. അടി കഴിഞ്ഞോ? ഇല്ല. പിന്നെ നിങ്ങൾ ഇത്രയും നേരം എന്തോ ചെയ്യുമായിരുന്നു? ഞാൻ മിനിമം പ്രതീക്ഷിച്ചത് 4 അടി 2 വെട്ട്. ഇതൊന്നും ഇല്ലാതെ എന്തോന്ന് കോംപ്രമൈസ്. അതെ, എനിക്ക് പഞ്ചായത്തിൽ ഇരിക്കാൻ സമയമില്ല. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആശുപത്രി പോണം. അല്ല ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരാൻ ആരെങ്കിലും പറഞ്ഞാ? എന്റെ അമ്പിളി അതല്ല, നിങ്ങളെ പരാതി കൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാ പരാതി അവിടെ മാറ്റി വെച്ചിട്ട് ഇരിക്കേ. എന്റെ ദൈവം, ആരോട് പറയാൻ? മെമ്പർ ഞങ്ങളുടെ കാര്യത്തിൽ പരിഹാരം കാണണം. എന്താണ് അമ്പിളി ഇവിടുത്തെ പ്രശ്നം? പറഞ്ഞു കോട്ടെ. അതായത് ഞാൻ ഇവിടെ ആണല്ലോ. നിങ്ങൾ രണ്ടുപേരും ആണല്ലോ, പെണ്ണല്ലേ? പൊന്നോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, സംഗതി ഞാൻ മെമ്പർ ആണെങ്കിലും എന്റെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കണ്ട പറയാൻ. ഈ നാട്ടുകാർ എന്നെ എന്തൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്നോട് അവർ അനുവാദം ചോദിച്ചിട്ടാണോ? അതുപോലെ നിങ്ങളും പറഞ്ഞോ? അതിനാരും അനുവാദം ചോദിച്ചേ? അല്ല, ഈ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവളുടെ കൈകൊട്ടിക്കളിയല്ലേ. ഇവക്കടെ കൈകൊട്ടിക്കളി കഴിയുമ്പോ അത് ഗോലുകളിയാവും. അതെങ്ങനെ? അത്രയ്ക്കാണ് നാട്ടുകാർ ഇവളെ കൈകൊട്ടിക്കളി പൊളിയുമ്പോ കമ്പും കോലും ഒക്കെ ഇട്ട് എറിഞ്ഞോട്ടിക്കുന്നത്. അമ്പലത്തിലെ കൈകൊട്ടിക്കളി പോയിട്ട് പരിപാടി മൊത്തം പൊളിഞ്ഞ്. അന്നേരം മുങ്ങാൻ പറഞ്ഞപ്പോഴേ അമ്പലക്കുളത്ത് മുങ്ങിയത് ആരാ? ഇവളെ തന്നെ. അത് പിന്നെ ഞങ്ങൾ ദൈവവിശ്വാസികളാ. ഞങ്ങൾ അമ്പലക്കുളത്തിലേക്ക് മുങ്ങും. അപ്പൊ ശൈന പ്രദക്ഷിണ ചെയ്തതോ? 101 തവണയാണ് ശൈന പ്രദക്ഷിണ ഇവളെ കൊണ്ട് ചെയ്യിച്ചത്. അത് പോരായിട്ട് അതിന്റെ ക്ഷീണത്തില് ആശുപത്രിയിൽ 11 ദിവസം കടന്ന്. അതെ, ഞാനൊരു മെമ്പർ ആയോണ്ട് പറയുക, ആവശ്യമുള്ള കാര്യം പറയും. എന്നാ പിന്നെ മെമ്പർ പോക്കോ. എന്തിന്? മെമ്പറിനെ ഞങ്ങൾക്കൊന്നല്ല ഈ പഞ്ചായത്തിനേ ആവശ്യമില്ല. മെമ്പറിന്റെ ആധാർ കാർഡ് എവിടെയെങ്കിലും കളഞ്ഞിട്ടിയാലും ആരും കൊണ്ടുവരാൻ പോണില്ല. ഞാൻ പോവാ. മെമ്പറേ, ഇനി നിങ്ങളെ കാര്യം പറ. മെമ്പറേ, എനിക്കും എന്റെ ട്രൂപ്പിനും കായംകുളത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇവളുള്ള ട്രൂപ്പും കൂടെ തട്ടിയെടുത്ത് ഇവിടെ കയ്യെ വെച്ച് നടക്കുമായിരുന്നോ? ഓണടി, ഞാൻ കൈ വെച്ച് നടക്കുമായിരുന്നു. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ പടനിയ കൊള്ളാം, സൂപ്പർ.
എന്തോന്ന്? നിങ്ങൾ ഈ ചെവിക്കല്ലത്തിട്ട് അടി. അത് പിന്നെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കല്ല നിനക്കറിയാം കേട്ടോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നീ പറയണം. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയണം കേട്ടാ. അതിന് നിനക്ക് എന്തോ അറിയാടി. എടി നീ ഇരിക്കുന്ന മെമ്പറിനെ കള്ളിന്ന് വിളിച്ചില്ലേ, ആ കാര്യം എനിക്കറിയാം. അയ്യോ മെമ്പറെ, ഞാനെങ്കിലൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ നാട്ടുകാർ മൊത്തം എന്നെ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം അങ്ങ് വിട്. മെമ്പറെ കള്ള വോട്ട് ചെയ്തിട്ടാ ജയിച്ചെന്ന് ഇവള് പറഞ്ഞോട്ടെ. അത് മാത്രമല്ല മെമ്പറെ, മെമ്പറിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുട്ടക്കോഴി എവിടെ? പാലും പശു എവിടെ? ഈ പശു എവിടെ കോഴി എവിടെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിന്റെ മുട്ടയും പാലും എന്റെ മക്കളാ തിന്നുന്നത്, അതെനിക്കറിയാം. എന്നാ ഞാൻ പോട്ടെ. മെമ്പറെ നമ്മുടെ കാര്യം നമ്മുടെ അതെ, വിളിച്ചു വരുത്തി കളിയാക്കരുത്. എന്റെ കാര്യം വിട്. എല്ലാ മനുഷ്യരും ഇപ്പൊ നല്ലവരായിട്ട് ജനിക്കണമെന്നുണ്ടോ? ഇല്ല. എങ്ങനെ? എക്സാമ്പിൾ മെമ്പറെ, മെമ്പർ വല്ലപ്പോഴൊക്കെ അപ്പുറത്തെ വാർഡിലൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പുറത്തെ വാർഡിലെ മെമ്പർ പഞ്ചായത്ത് കിണറിറക്കി. ഞാൻ ഈ പഞ്ചായത്ത് കുളം തോണ്ടി. അല്ല, ഞാൻ ഈ പഞ്ചായത്തിൽ വലിയൊരു കുളം തോണ്ടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പുറത്തെ ആ മെമ്പർ പഞ്ചായത്ത് കിണർ, കുളം, അതും പോരാതെ കൃഷിയും ഇറക്കി. എന്നിട്ടും ആ പാവത്തിന് അവിടെ പരാതിക്കാരന് ഇരിക്കാൻ പറ്റത്തില്ല. ചെവിതല കേട്ട് അവിടെ ഇരിക്കാൻ പറ്റൂല. എന്നിട്ട് ഈ മെമ്പർ ഇവിടത്തേക്ക് എന്തര ചെയ്ത്? ഇത്രയും ചെയ്തവന് അവിടെ ചെവിതല കേട്ടിരിക്കാൻ പറ്റില്ല.